ദ ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ്. യെസ്, ലാലേട്ടന്റെ അഭിമാന ചിത്രം, ലാലേട്ടന്റെ ഡയറക്ഷനിൽ വരുന്ന മലയാളത്തിലെ ആദ്യത്തെ 3D ക്യാമറയിലെടുത്ത ആദ്യത്തെ ചിത്രം ബറോസ്. ബറോസിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബിഹൈൻഡ് ദ സീൻ ആയാലും ട്രെയിലർ ആണെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നൗ ഇസ് ടൈം ഫോർ ദ സോങ്. ഫസ്റ്റ് ലിറിക്കൽ സോങ് ആണ്, പ്രൊഡക്ഷൻ സോങ് ആണ് കാണിച്ച്, പ്രൊഡക്ഷൻ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ് ഇത് പാടിയിരിക്കുന്നത്. ആൻഡ് നല്ല അടിപൊളി ഒരു മെലഡി ടൈപ്പ് ഓഫ് പാട്ടാണെന്ന് കേട്ട് ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിനി. സോ വൈ വി കോൾ ഹിം എ കംപ്ലീറ്റ് ആക്ടർ എന്നുള്ളതിനുള്ള ഒരു ഉത്തരാണ്. ഒരുപാട് പാട്ടുകൾ ലാലേട്ടൻ പാടിയിട്ടുണ്ട്, ഒരുപാട് ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഡാൻസ് കളിക്കാനായാലും അഭിനയത്തിലാണെങ്കിലും സ്റ്റണ്ട് ആണെങ്കിലും ഇനിയിപ്പോൾ നിർമ്മാണത്തിലാണെങ്കിലും ഇപ്പൊ ഡയറക്ഷൻ ആണെങ്കിലും എനിത്തിങ് ഹി ക്യാൻ ഡു എനിത്തിങ്. അതാണ് ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ലെറ്റ്സ് ഗോ വിത്ത് ലാലേട്ടൻ ആൻഡ് ലെറ്റ്സ് ഹിയർ ദ സോങ്. ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു ബൾഡ് ആൻഡ് ബിയർ റിയാക്ട്സ്. ഓക്കെ, ഭയങ്കര ഒരു സച്ച് എ മെലഡി സോങ് ആണ്. ഏതൊക്കെയോ പാട്ടൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. 90s സോങ് ഒക്കെ പോലെ ഉണ്ട്. 90s ഒരു ഗോൾഡൻ എറ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സോങ് ഒക്കെ തോന്നുന്നുണ്ട്. ആൻഡ് ലാലേട്ടൻസ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ആർട്ടിസ്റ്റ് ആണ്. ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും ഫോറിൻ ആൾക്കാരാണ്. ഭയങ്കര സംഭവമാണ്. അതൊക്കെ വേറെ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ അഗൈൻ. ചോദിക്കണം കേട്ടോ, എത്ര ആൾക്കാരാണ്. സംഗീതത്തിന് ബൗണ്ടറി, അതിർവരമ്പുകൾ ഇല്ല എന്ന് പറയുന്നില്ലേ. കുറെ ഫോറിനേഴ്സ് അവർ കമ്പോസ് ചെയ്യുന്നതും ഒരു മലയാളം പാട്ടിന് വേണ്ടിയിട്ട്. റെഡി ഗൈസ്, ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, മലയാള സിനിമയിൽ ശരിക്കും ഇപ്പം റാപ്പ് സോങ്ങിന്റെ ഒരു കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും റാപ്പ്, എവിടെ നോക്കിയാലും മിക്സ്. റാപ്പ് മിക്സ് ഇല്ലാണ്ട് ഒരു സിനിമയില്ല. അതിപ്പോ നമ്മളെ എന്താണ് മൂപ്പരെ പേരെന്തായിരുന്നു, ദപ്സി, അതേപോലെ വേടൻ, അതേപോലെ ബേബി ജീൻ, ഇവരെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അത് മലയാള സിനിമയിൽ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് ഓരോ കാലഘട്ടത്തിലും ഓരോ ട്രെൻഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇപ്പോ മലയാള സിനിമയിൽ പാട്ടുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത് ഫുൾ റാപ്പ് സാധനമാണ്. വരികളിലും ലിറിക്സിലും എല്ലാം നമ്മൾ കുറേയധികം പാട്ടുകളുണ്ട്, എല്ലാം ഹിറ്റുമാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തോന്നിയത്, നമ്മൾ പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 90s 2000 2005 10 എന്തായാലും സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നല്ലൊരു പാട്ടുണ്ടാവും, നല്ലൊരു മെലഡി, അല്ലെങ്കിൽ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു സോങ്. അത് കേൾക്കാനൊക്കെ നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന അത്തരം പാട്ടുകളാണ്. എത്ര കാലം കഴിഞ്ഞാൽ അത്തരം പാട്ടുകൾ നമുക്ക് കേട്ടാൽ മതി വരില്ല. അങ്ങനത്തെ ഒരു സോങ് പോലെ എനിക്ക് എവിടെയൊക്കെയോ തോന്നി ഈ ഒരു പാട്ട്. വളരെ സിമ്പിൾ ആയിട്ട് പാടുന്ന, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലിറിക്സ്, അതിന്റെ മ്യൂസിക് ആണെങ്കിലും വളരെ നല്ലൊരു ഒഴുകുന്ന പോലെ, പാട്ടിങ്ങനെ ഒരു നദി ഇങ്ങനെ ഒഴുകുന്ന പോലത്തെ ഒരു മ്യൂസിക് ഒക്കെയാണ്. അത് ലാലേട്ടൻ നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കഴിയുന്നത് പോലെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് അരോചകമായിട്ട് തോന്നുന്നില്ല, അയ്യോ വേണ്ടായിരുന്നു എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്, ലാലേട്ടൻ ഒട്ടും മോശമാക്കി എന്നല്ല ഞാൻ പറയുന്നത്, ഒട്ടും മോശമാക്കിയിട്ടുമില്ല. പക്ഷെ വേറൊരു സിംഗറിനെ കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ എം ജി ശ്രീകുമാർ ഈ പാട്ട് പാടിയെങ്കിൽ ഒബ്വിയസ്ലി 100% ആയിട്ട് ലാലേട്ടനെക്കാളും എന്തായാലും ഉയർന്ന് കുറച്ചുകൂടി നല്ല രീതിയിൽ പാടും. ബിക്കോസ് ഈസ് എ ബോൺ ആക്ടർ, അല്ല ബോൺ സിംഗറാണ്, പ്രൊഫഷണൽ സിംഗറാണ്. എം ജി ശ്രീകുമാറിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. സോ അദ്ദേഹം പാടിയിരുന്നെങ്കിൽ ഈ പാട്ട് അതിന്റെ ഫീൽ ഒന്നുകൂടി ഉയർന്ന്, കുറച്ചും കൂടി ഹൈയിൽ ഉയർന്ന് നമുക്ക് കിട്ടട്ടെ എന്നുള്ളൊരു അഭിപ്രായമാണ്. ഇത് ഒരിക്കലും ലാലേട്ടനെ കുറ്റം പറയുന്നതല്ല, ലാലേട്ടന്റെ പാട്ടിനെ കുറ്റം പറയുന്നതല്ല. ലാലേട്ടന്റെ പാട്ട് നന്നായിട്ട് തന്നെ മൂപ്പരെ കഴിവ് വെച്ചിട്ട് മൂപ്പര് സിമ്പിളായിട്ട് അത് പാടിയിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും അത് മോശമായിട്ട് തോന്നുന്നില്ല, ആ ഫീല് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എം ജി പാടിയില്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് വരട്ടി എന്നായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ആൻഡ് നൈസ് സോങ്. ആൻഡ് വിനായക് ശശികുമാർ ലിറിക്സ് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് മലയാളത്തിന് വേണ്ടിയിട്ട്. എഴുതി എല്ലാ പാട്ടിലും ഞാൻ എത്രയോ വായിച്ചു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ലിറിക്സ് വിനായക് ശശികുമാർ എന്നുള്ളത്. ആൻഡ് ആ പയ്യൻ മൂപ്പര് എന്താ പറയാ, ലിതിയൻ നാദസ്വരം ചെന്നൈ തമിഴ്നാട്ടുകാരനാണെന്ന് തോന്നുന്നു. മൂപ്പർക്ക് അത്രയും വയസ്സായിട്ടു, ചെറിയ വയസ്സാണ്, 19, 20, 21 മറ്റേ വയസ്സായിട്ടു. ഈ കാലത്തിലാണ് മൂപ്പര് ഈ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ലാലേട്ടൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ അവസാനം അങ്ങനെ നോക്കി ചിരിക്കുന്നതും നൈസ്. ഈ പ്രൊഡക്ഷൻ വീഡിയോ കാണുമ്പോൾ നല്ല സുഖമുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതൊരു പ്രൊഡക്ഷൻ വീഡിയോ ആയിരിക്കും. പാട്ട് അതിന്റെ ബിഹൈൻഡ് ദ സീൻ, മേ ബി പാട്ട് ഇറങ്ങുന്ന സമയത്ത് കുറച്ചും കൂടി മേ ബി ഓട്ടോ ടൂണോ കാര്യങ്ങളോ വരാൻ സാധ്യതയുണ്ട്. ഒരു റിമിക്സ് ചെയ്യുമ്പോൾ സമയത്ത് വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ തോന്നുന്നു, എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിവേ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് പാട്ടുകൾ വരുന്നത്. സോ ബറോസ്
25-നാണ്, ക്രിസ്മസിന് ആവുന്നതേ ഇല്ല. ഇനിയിപ്പോൾ 2-3 ആഴ്ച കൂടി ടൈമുള്ളൂ. ബറോസ് 3Dയിലാണ്. നമുക്ക് എന്തായാലും പോയിട്ട് ആ 3D എക്സ്പീരിയൻസ് ചെയ്യണം. അത്തരത്തിലുള്ള തിയേറ്ററിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണം. നല്ലൊരു ഐമാക്സിലെല്ലാം പോയാൽ അത് അത്രയും നമുക്ക് കിട്ടാൻ പറ്റും. അല്ല, അത്രയും നല്ല തിയേറ്ററൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ നോക്കാം നമുക്ക് എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ലാലേട്ടന്റെ സ്വപ്നമാണ്, ലാലേട്ടന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്, ഒരു വലിയൊരു ഡ്രീമാണ്. സോ അതിലേക്ക് നമുക്ക് എങ്ങനെയത് നോക്കാം. എന്തായാലും ബറോസിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഡിസംബർ 25 വരെ. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക ഗൈസ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ബീങ് ദർ ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ്, ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.